ഹായ്, ഇന്ന് ഞാനിവിടെ കലത്തപ്പാണ് തയ്യാറാക്കുന്നത്. അത് ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം ml കപ്പിൽ പച്ചരി കുതിർത്ത് അത് കഴുകി ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറിട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിന് വേണ്ടത് 1/4 ടീസ്പൂൺ നല്ല ജീരകം, 2 ഏലക്കായ, ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പച്ചരി എടുത്ത കപ്പിൻ്റെ അതേ അളവിൽ വെള്ളം കൂടെ ചേർത്ത് നല്ല നൈസായിട്ട് തന്നെ അടിച്ചെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നൈസായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ശർക്കരയാണ്. ഞാനിവിടെ ഒരു 4 ആണി ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുത്ത ശർക്കര ഈ മാവിലേക്ക് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം. ശർക്കര ഉരുക്കിയെടുത്താൽ അരിച്ച് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് പെട്ടെന്ന് തന്നെ കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ശർക്കര പാനി ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയി കിട്ടാനും നന്നായിട്ട് ആരെടുത്ത് വരാനും വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാനൊരു ചെറിയ കുക്കറിലേക്കാണ് ഈ കലത്തപ്പം തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പിടി തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഇതിലേക്കിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അതേപോലെ തന്നെ 4-5 ചെറിയുള്ളിയും നല്ല വട്ടത്തിലരിഞ്ഞു അത് മൂപ്പിച്ച് കോരിയെടുക്കാം. മൊരിഞ്ഞ ചെറിയുള്ളി കുറച്ച് ഭാഗം അവിടെ വെച്ച് ചൂടോടെ തന്നെ ഇതിലേക്ക് നമ്മൾ കൂട്ടിവെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തത് കഴിഞ്ഞാൽ നമ്മൾ കോരിയെടുത്ത തേങ്ങയും ഉള്ളിയും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് വെച്ച് കുക്കറിൻ്റെ അടപ്പടച്ച് വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായി ചൂടായ ഒരു ഫ്രൈ പാൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കുക്കർ എടുത്ത് വെച്ച് 20 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ തുറക്കേണ്ട ആവശ്യമില്ല. നന്നായി ചൂടാറി കഴിഞ്ഞ് തുറന്ന് നോക്കാം. നല്ല സെറ്റായി വന്നാൽ ഈ കുക്കറിൻ്റെ വിസിൽ വരുന്ന ഭാഗത്തൂടെ നല്ല പ്രഷർ ഇങ്ങനെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ചൂടാറി കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കലത്തപ്പം തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം ഇനി നിങ്ങൾക്കും തയ്യാറാക്കാം. ഇതേ അളവിൽ തയ്യാറാക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്